മനുഷ്യച്ചങ്ങല ഒരു ചരിത്ര സംഭവമായി മാറിയിരിക്കുകയാണ്. കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള ഒരു ജനകീയ മുന്നേറ്റമാണ്. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണനയെ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സമരം. കേന്ദ്രം കേരളത്തെ കാണുന്നത് ഈ പ്രതിജ്ഞയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ശത്രുത രാജ്യത്തെ പോലെയാണ്. കേരളത്തോട് മാത്രമല്ല, BJP ഇതര സംസ്ഥാന സർക്കാരുകളോട് സ്വീകരിക്കുന്ന സമീപനവും സമാനമാണ്. 64,000 കോടി രൂപയാണ് കേന്ദ്രം കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിച്ചത്. 19,000 കോടി രൂപ നമുക്ക് കടമെടുക്കാൻ നിയമമനുസരിച്ച് അവകാശമുള്ളത് തടഞ്ഞു. ആഭ്യന്തര വരുമാനത്തിന്റെ 3% കടമെടുക്കാമെന്നത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അവകാശപ്പെട്ടതാണ്. കേന്ദ്രം എടുക്കുന്നതിന് ആ പരിധിയൊന്നും ബാധകമല്ല. ഇന്നിപ്പോ രാജ്യത്താകെയുള്ള കടം 160 ലക്ഷം കോടിയാണ്. 1947 ശേഷം 2014 വരെയുള്ള 67 വർഷം നമ്മുടെ രാജ്യം ഭരിച്ചത് 14 പ്രധാനമന്ത്രിമാരാണ്. ആ 14 പ്രധാനമന്ത്രിമാർ രാജ്യം ഭരിച്ച് ആകെ വാങ്ങിയ കടം 55 ലക്ഷം കോടിയാണ്. കഴിഞ്ഞ 10 വർഷത്തെ മോഡി ഭരണത്തിൽ മാത്രമുള്ള കടം 105 ലക്ഷം കോടിയാണ്. അപ്പൊ കടം വാങ്ങുന്നതിന് കേന്ദ്രത്തിന് പരിധിയില്ല. കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിക്കും. നികുതി വിഹിതം എന്നത് ഔദാര്യമല്ല. കേന്ദ്രമാണ് ഇപ്പോൾ നികുതിയെല്ലാം പിരിച്ചു കൊണ്ടുപോകുന്നത്. GST നിയമം വന്നതോടെ ധന കമ്മീഷൻ തന്നെ ശുപാർശ ചെയ്തത് ആകെ നികുതി വരുമാനത്തിന്റെ 42% സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണമെന്നാണ്. ആ ശുപാർശ വന്നപ്പോ നരേന്ദ്രമോദി തന്നെ ഇടപെട്ടുകൊണ്ട് ധന കമ്മീഷനോട്, തൊട്ടടുത്ത 15ാം ധനകാര്യ കമ്മീഷനോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ ശുപാർശ തിരുത്തി സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് കുറക്കണമെന്നാണ്. അത് പറഞ്ഞത് മറ്റാരുമല്ല, നീതി ആയോഗിന്റെ CEO ആണ്. അത് രേഖകൾ അടിസ്ഥാനമാക്കി പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, 15ാം ധനക്കമ്മീഷനോട് 14ാം ധനക്കമ്മീഷന്റെ ശുപാർശ സംസ്ഥാനങ്ങൾക്ക് 42% നികുതി വിഹിതം നൽകണമെന്ന ശുപാർശ 22 കുറക്കണമെന്ന് പറഞ്ഞു എന്നാണ്. ഇതുപോലെ ഒരു പ്രധാനമന്ത്രിയെ വേറെ കാണുന്നു. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായപ്പോ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയ ആളാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോ സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതം കുറക്കുന്നത് വെട്ടിക്കുറക്കാൻ വേണ്ടി ധനകാര്യ കമ്മീഷനോട് പറയുന്നിടത്ത് കാര്യങ്ങളെത്തി. അതുപ്രകാരം നമുക്ക് നഷ്ടമായത് 18,000 കോടിയാണ്. റവന്യൂ കമ്മിയുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും കമ്മി നികത്താനുള്ള ഗ്രാന്റ് നൽകും. കേരളത്തിന് അങ്ങനെ തരേണ്ടത് 8,400 കോടിയാണ്. അതും തന്നില്ല. നമുക്ക് നൽകാനുള്ള മറ്റൊരു കേന്ദ്ര വിഹിതമാണ് GST നഷ്ടപരിഹാരം. അതുപ്രകാരം 12,000 കോടി നമുക്ക് ലഭിക്കണം. അതും നിഷേധിച്ചു. ഈ 4 ഇനങ്ങളിൽ മാത്രം 57,400 കോടിയുണ്ട്. മറ്റിനങ്ങളിൽ കൂടിയുള്ള തുക കൂടി ചേർത്താൽ കേരളത്തിന് നിഷേധിക്കപ്പെട്ടത് 64,000 കോടിയാണ്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ കേന്ദ്രം തരുന്ന ഒരു 200 രൂപയുണ്ട്. ചിലർക്കൊരു 500 രൂപയാവും 80 വയസ്സ് കഴിഞ്ഞാൽ. ആ തുക പോലും തന്നില്ല. കോളേജ് അധ്യാപകർക്ക് കൊടുക്കാനുള്ള ശമ്പളത്തിന്റെ UGC ഗ്രാന്റ് ഉണ്ട്, അത് തന്നില്ല. ഉച്ചഭക്ഷണത്തിനുള്ള കേന്ദ്ര വിഹിതമുണ്ട്, അത് തന്നില്ല. തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട പണമുണ്ട്, കൂലിയായി കൊടുക്കേണ്ട പണമുണ്ട്, അത് തന്നില്ല. ഏറ്റവും ഒടുവിൽ NHM രാജ്യത്താകെയുള്ള ദേശീയ ആരോഗ്യ ദൌത്യ വഴിയുള്ള കേന്ദ്രത്തിന് നൽകേണ്ട പണം, കേരളത്തിന് നൽകേണ്ട പണം പോലും തന്നില്ല. ചുരുക്കത്തിൽ
കേരളത്തെ പൂർണ്ണമായും സാമ്പത്തികമായി ഞെരുക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് ഒരു 3000 കോടി നൽകാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തതുപോലും മറ്റൊരു വളഞ്ഞ വഴിയിലൂടെ പിടിച്ചെടുത്തു എന്നതാണ് സത്യം. ഇതുപോലൊരു അപകടന ഈ സംസ്ഥാനത്തോട് കാട്ടാൻ മാത്രം എന്താണ് സംസ്ഥാനം ചെയ്ത തെറ്റ്? എന്താണ് ഈ സംസ്ഥാനത്തിലെ ജനങ്ങൾ ചെയ്ത തെറ്റ്? ഇടതുപക്ഷ ഗവൺമെന്റ് സംസ്ഥാനം ഭരിക്കുന്നു വന്നതാണോ? എങ്കിൽ ആ സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ 7.5 വർഷമായി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? വീടില്ലാത്തവർക്ക് വീട്, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി, വൈദ്യുതി ഇല്ലാത്തവരുടെ വീടുകളിൽ വൈദ്യുതി, ഇനിയിപ്പോ വെള്ളമില്ലാത്ത വീടുകളിൽ മുഴുവൻ വെള്ളമെത്തിക്കാനുള്ള പദ്ധതി, അതിദരിദ്ര കുടുംബങ്ങൾ 64,006 കുടുംബങ്ങളിൽ എല്ലാവരെയും കൈപിടിച്ചുയർത്താനുള്ള പദ്ധതി, ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ആയുർദൈർഘ്യം കേരളത്തിൽ, ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും കേരളത്തിൽ, ഏഷ്യയിൽ സ്റ്റാർട്ടപ്പ് മിഷൻ സംരംഭങ്ങളിൽ ഒന്നാമത്. ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കും വന്നു. നാം ബെസ്റ്റ് പെർഫോമർ സംസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിലാണ് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളിൽ ഏറ്റവും മുന്നിൽ, ദേശീയ പുരസ്കാരം ഒന്നാമത്. ഇങ്ങനെ എല്ലാറ്റിലും കേരളം ഒന്നല്ലേ? ഇക്കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ വ്യവസായ സംരംഭങ്ങളിലൂടെ 90,000 കോടി രൂപയുടെ നിക്ഷേപം, അതുവഴി 5 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കത്തക്ക നിലയിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷം ഭരിക്കുമ്പോഴല്ലേ ആ മുന്നേറ്റം ഉണ്ടാക്കിയത്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ ഒരു സംസ്ഥാനം 3.4 കോടി മലയാളികൾ താമസിക്കുന്ന സംസ്ഥാനം പുരോഗതിയുടെ പടവുകൾ കയറുമ്പോൾ ഈ സംസ്ഥാനത്തെ ക്രൂരമായി സാമ്പത്തികമായി ഞെരുക്കുന്ന ഒരു നടപടിയാണ് സ്വീകരിക്കുന്നത്. തൊഴിൽ രഹിത യൗവനത്തിന്റെ പ്രതീക്ഷയാണ് കേന്ദ്ര സർക്കാർ നിയമന നിരോധനത്തിലൂടെ കരിച്ചു കളഞ്ഞത്. നിയമന നിരോധനം മാത്രമല്ല, ഒരു തസ്തികയിൽ 3 വർഷമായി ആളെ നിയമിക്കുന്നില്ലെങ്കിൽ ആ തസ്തിക തന്നെ ഇല്ലാതാകും. തസ്തിക വെട്ടിക്കുറയ്ക്കലും നിയമന നിരോധനവും. റെയിൽവേ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിയമനങ്ങൾ നടക്കുന്നില്ല. നിയമനങ്ങൾ നടക്കാത്തത് കൊണ്ട് റെയിൽവേയിൽ ഫീൽഡ് ജീവനക്കാരില്ല. അതുകൊണ്ട് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഇതൊരു ഭാഗത്ത്. മറുഭാഗത്ത് കേന്ദ്ര ഗവൺമെന്റ് റെയിൽവേയോട് കാണിക്കുന്ന അവഗണന. നമുക്ക് ആവശ്യമായ പുതിയ തീവണ്ടികളില്ല, കോച്ചുകളില്ല. ജനറൽ കോച്ചുകളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ ദുരിതത്തിലാണ്. അപകടം നിത്യവാർത്തയാണ്. ഇങ്ങനെ ഒരു കൊച്ചു സംസ്ഥാനത്തെ ക്രൂരമായി അവഗണിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഈ കേരളത്തിലെ ഒരു യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ, ആ ഡിവൈഎഫ്ഐയുടെ ഉശിരാർന്ന ഒരു പോരാട്ടം, ചരിത്ര ലിപികളിൽ രേഖപ്പെടുത്തുന്ന പോരാട്ടം, അതാണ് 2024 ജനുവരി 20 ഇന്ന് കുറിച്ചിടുന്നത്. 1987 ആഗസ്റ്റ് 15 കേരളത്തിൽ ആദ്യത്തെ മനുഷ്യ ചങ്ങല. കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് തന്നെ അതുപോലെ ഒരു പരിപാടി വേറെ പറയാനില്ല. അങ്ങനെയൊരു പരിപാടി നടത്തിയതിനു ശേഷം മനസ്സിലായി, ജനങ്ങളെ ഏറ്റവും കൂടുതൽ അണിനിരത്താൻ കഴിയുന്ന ഒരു മുന്നേറ്റമാണ് മനുഷ്യ ചങ്ങല, മനുഷ്യ മകൻ. ഇതെല്ലാം ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾക്ക് ഡിവൈഎഫ്ഐ സവിശേഷമായി നേതൃത്വം കൊടുക്കുകയാണ്. 1987 ആ മനുഷ്യ ചങ്ങല സംഘടിപ്പിക്കുമ്പോൾ പ്രകാശൻ മാസ്റ്റർ ഞാനുമൊക്കെ കണ്ണൂർ ജില്ലയിലെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാരായിരുന്നു. പിന്നീട് ഡിവൈഎഫ്ഐ ദേശീയപാതയിൽ മാത്രമല്ല, കേരളത്തിലെ റെയിൽവേ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ റെയിൽവേ അവഗണനക്കെതിരായ മനുഷ്യച്ചങ്ങല റെയിൽപാളത്തിൽ സംഘടിപ്പിച്ചു. ഇങ്ങനെയെല്ലാം സമരങ്ങൾക്ക് പുതിയ ഇതിഹാസം. അതാണ് ഡിവൈഎഫ്ഐ. ആ പരിപാടിയിൽ എല്ലാ രാഷ്ട്രീയത്തിലും പെട്ടവർ പങ്കെടുത്തു. അതാണ് ഇന്നത്തെ പരിപാടിയുടെ വിജയം. ഇന്ന് ഈ വേദിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. കലാ കായിക രംഗത്ത് മിന്നുന്ന താരങ്ങൾ ഇന്ന് കണ്ണൂരിലാണ് അവർ പങ്കെടുത്തത്. ഗായത്രി വർഷയുണ്ട്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള സന്തോഷ് കീഴാറ്റൂരുണ്ട്,
നമ്മുടെ പ്രമുഖ ഫുട്ബോളർ വിനീതുണ്ട്, നമ്മുടെ മിസ്റ്റർ കേരളയായി അറിയപ്പെടുന്ന ഷിനു ജോഗിയുണ്ട്. നേരത്തെയാണെങ്കിൽ ദേശീയ പുരസ്കാരം നേടി നമ്മുടെ ജില്ലയുടെ അഭിമാനം കാത്തു സൂക്ഷിച്ച സോണോ ആക്ടിൽ ഗസൽ ബാബു ഉൾപ്പെടുത്തു. ഇങ്ങനെ നമ്മുടെ ഈ മനുഷ്യച്ചങ്ങലയിൽ അത്യപൂർവമായ ഒരു ദൃശ്യം കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സ് പൂർണ്ണമായി പങ്കെടുത്തു. ഇങ്ങനെയെല്ലാം വൻ വിജയമാക്കി മാറ്റിയ ഈ ചങ്ങല ഇവിടെ നിങ്ങൾ കാണുന്നത് എപ്പോഴും യൂത്ത് കോൺഗ്രസുകാർ തെറി വിളിക്കുന്ന മനോജിന്റെ കണ്ണൂർ വിഷനും അതുപോലെയുള്ള ചില പ്രാദേശിക ചാനലും. ഒരൊറ്റ നെറ്റില്ല, ഏഷ്യാനെറ്റില്ല, മനോരമയില്ല. അവരെല്ലാം എവിടെ പോയിന്ന ഞാൻ അന്വേഷിക്കുമ്പോ അവർ 3:30 ആ ദേശീയപാതയിലുള്ള 2 സ്ഥലത്തുണ്ട്. ഒന്ന് പരിയാരത്ത്, ഒന്ന് അതിനപ്പുറം ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ പണി നടക്കുന്ന സ്ഥലത്ത്. അത് വെള്ളൂരിനും കരിവെള്ളൂരിനും ഇടയിലാണ്. അപ്പൊ അവിടെയുള്ള ആൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഇതാ ചേനലിന്റെ ഇവിടെ വന്നിന്, ഇതെന്താ പട്ടണത്തിൽ പോകാത്തത്? അപ്പോഴാണ് മനസ്സിലായത് അവർ 3 മണിക്ക് ഈ ക്യാമറയിൽ ആളില്ലാത്ത ചിത്രം പകർത്താൻ പോയതാണ്. നാളെ ചില വാർത്ത വരും, ഇതാ ചങ്ങല പൊട്ടി. അത് അവരുടെ ഒരു സഹജ സ്വഭാവ. ഇവിടെ വന്നാൽ 5ഉം 6ഉം ലൈനായിട്ടുള്ള ചങ്ങല കോട്ടയായത് ചിത്രം കൊടുക്കേണ്ടി വരും. അതിനവരില്ല. പൊട്ടിയിട്ടുണ്ടോ എന്ന് അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ പോയ പകിയന്മാരെ ഒരാളെയും കാണുന്നില്ല ഇവിടെ. അതുകൊണ്ട് അവരെല്ലാം ഡിവൈഎഫ്ഐയെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഈ നാട്ടിലെ ജനലക്ഷങ്ങളാണ് ഈ ചങ്ങല വിജയിപ്പിച്ച എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.